ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള മാക്രോണി മസാല റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നോക്കാം മാക്രോണി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം കുറച്ച് കൂടുതൽ തന്നെ എടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1-2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാക്രോണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് വെച്ചാൽ വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു 4-5 മിനിറ്റൊക്കെ കൊണ്ട് മാക്രോണി കുക്കായി കിട്ടും. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും മാക്രോണി ഊറ്റിയെടുക്കാം. മാക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു സമയത്തും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതങ്ങോട്ട് ഊറ്റിയെടുക്കാം. അങ്ങനെ മാക്രോണി ഇതേ ഇവിടെ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളകുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഞാനിവിടെ 1ന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ പകുതി എടുത്താലും മതിയാവും. തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് ഇനി പൊടികൾ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എരിവ് കുറവായിരിക്കും, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. 1 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് വേണ്ട. അതിന് മുന്നേ തന്നെ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. നോൺ വെജിറ്റേറിയൻസിനാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. മുട്ട ചേർത്തിട്ട് 1 മിനിറ്റ് വെക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചിക്കിയെടുക്കാം. ഇനി നമുക്ക് എഗ് മസാലയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാക്രോണി മസാലയ്ക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മതിയെങ്കിൽ, മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു മസാല മതിയെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചിക്കൻ കറിയുടെ ഗ്രേവി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലൊന്നും വേണ്ട, ഒരു 3-4 ടേബിൾ സ്പൂൺ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഈ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്